സ്പെസിയാഡയറിയുടെ ഇഫ്താർ സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ഇഫ്താർ വിഭവത്തിൽ ചേർക്കാൻ പറ്റിയ ഒരു മുട്ട കബാബാണ് പരിചയപ്പെടുത്തുന്നത്. 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ആദ്യം മുട്ടയുടെ തൊലി കളഞ്ഞതിന് ശേഷം മുട്ട 2ആയിട്ട് മുറിക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങ് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 4 പച്ചമുളക്, 2-3 അല്ലി മല്ലിച്ചപ്പ്, 7 അല്ലി ചെറിയ ഉള്ളി. ഇനി തേങ്ങ ചിരവിയതും ചെറിയ ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും ഇതെല്ലാം കൂടിയിട്ട് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ല ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി ഈ വേവിച്ചുടച്ച ഉരുളൻകിഴങ്ങിലേക്ക് ഈ ചമ്മന്തി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലെ ഉപ്പും പുളിയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പാകത്തിനാക്കിയെടുക്കണം. ഒരു ബൗളിൽ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുക്കുക. വേറൊരു ബൗളിൽ കുറച്ച് റൊട്ടിപ്പൊടി എടുത്ത് വെക്കുക. ഇനി ഈ ചമ്മന്തി മിശ്രിതം കൊണ്ട് ഓരോ മുട്ട കഷ്ണവും പൊതിഞ്ഞെടുക്കണം. ഇനി ഈ പൊതിഞ്ഞെടുത്ത മുട്ട ഓരോന്നും മുട്ട അടിച്ചതിൽ മുക്കിയെടുക്കുക. ഇനി ഈ ഓരോ മുട്ടയും റൊട്ടിപ്പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതേപോലെ തന്നെ എല്ലാ മുട്ടയും ചെയ്തെടുക്കണം. ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോരോ മുട്ടയും ചേർത്ത് കൊടുക്കുക. ഒരു 4-5 സെക്കൻഡ് ആകുമ്പോൾ ഈ മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഈ മുട്ടകളെല്ലാം ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ അത് കോരിയെടുക്കുക. എണ്ണ വാർന്നതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ബാക്കിയുള്ള എല്ലാ മുട്ടകളും ഈ ചൂടായ എണ്ണയിൽ കരുകരുപ്പായിട്ട് വറുത്ത് കോരിയെടുക്കുക. മുട്ട കബാബ് റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി മുട്ട കബാബാണിത്. നിങ്ങളെല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഈ മുട്ട കബാബ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ മയോനസോ ഉപയോഗിക്കാവുന്നതാണ്. ഈ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ നോമ്പ് വിഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.